വിവേക് ദാസ് ചൗധരി സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഹിന്ദി മൂവിയാണ് ടോസ്റ്റർ. ഒരു ഡാർക്ക് കോമഡി എന്റർടൈനർ മൂവിയാണിത്. രാജ്കുമാർ റാവോ, സാനിയ മൽഹോത്ര എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ മെയിൻ റോളിൽ വന്നിരിക്കുന്നത്. രാജ്കുമാർ റാവോ അവതരിപ്പിക്കുന്ന റമകാന്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ പിശുക്കനും അതുപോലെ പൈസ സേവ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ ഒരു കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടോസ്റ്റർ വാങ്ങുന്നു. ശേഷം ആ കല്യാണം മുടങ്ങിപ്പോകുന്നു. ഈ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം കാരണം പുള്ളി ആ ഒരു ടോസ്റ്റർ തിരിച്ച് എടുക്കാൻ പോകുന്നു. തുടർന്ന് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും മർഡറും മിസ്റ്ററീസും കെയോട്ടിക് ആയിട്ടുള്ള മൂവ്മെന്റ്സും എല്ലാം ഉള്ള ഒരു ഫൺ എന്റർടൈനർ മൂവിയാണ് ഈ ഒരു സിനിമ. സോ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു ഡാർക്ക് കോമഡിയും ഒക്കെ വെച്ചിട്ട് പോകുന്ന ഒരു നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചില സ്ഥലങ്ങളിൽ കോമഡി എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, എന്നാലും നമുക്ക് നല്ലൊരു ഡീസന്റ് ഒരു വാച്ച് തരുന്ന ഒരു എന്റർടൈനർ മൂവി ആയിരുന്നു ഇത്. സോ ഈ ഒരു സിനിമയ്ക്കകത്ത് സാനിയ മൽഹോത്രയുടെ ക്യാരക്ടർ നല്ല ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ക്യാരക്ടേഴ്സും ഒക്കെ നല്ല രസമായിരുന്നു. നല്ല എനർജറ്റിക്കും അതുപോലെ നല്ല ഫണ്ണി ആയിട്ടുള്ള കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത് ബോളിവുഡിൽ റിലീസ് ആയിട്ടുള്ളതിൽ നല്ല കോമഡി രംഗങ്ങളുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത്. കോമഡീസ് ഒക്കെ നല്ല രീതിയിൽ വർക്കാവും. പക്ഷെ സിനിമ ഫുൾ ഷോൾഡർ ചെയ്യുന്ന രാജ്കുമാർ റാവുവിന്റെ റമകാന്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. നല്ല എനർജറ്റിക്കും അതുപോലെ നല്ല ടൈമിങ്ങിലുള്ള കോമഡി പ്രസന്റേഷനും എല്ലാം കൊണ്ട് ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു രാജ്കുമാർ റാവുവിന്റെ ഈ സിനിമയിൽ. പിന്നെ ഈ ഒരു സിനിമയുടെ എനിക്കൊരു ഫ്രഷ് എലമെന്റ് ആയിട്ട് തോന്നിയത് ചെറിയൊരു എലമെന്റിനെ വെച്ചിട്ട് ഒരു കെയോട്ടിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഡയറക്ടർ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്ക് ആയിട്ടുമുണ്ട് ഈ ഒരു സിനിമയിൽ. സോ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി വളരെ സിമ്പിൾ ആണ്. നല്ലൊരു ഡാർക്ക് കോമഡി ഒരു എന്റർടൈനർ മൂവിയാണ് ഇത്. സോ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ കാണാവുന്ന സിനിമയാണ് ടോസ്റ്റർ. സോ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റിവ്യൂസിനും റെക്കമെൻഡേഷനും ആയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.